ഹായ്, എല്ലാവർക്കും ഫുഡ് ഫറിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ പൊട്ടാറ്റോ സ്റ്റിക്സ് ആണ്. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 2 പൊട്ടാറ്റോ. ഇത് നന്നായി വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഉടച്ചെടുക്കണം. നമ്മളിതിൽ ഒട്ടും കഷ്ണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത്രയും സോഫ്റ്റായിട്ട് നമ്മളിത് ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കാം. ഈ കോൺഫ്ലോർ ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇപ്പോൾ ഇവിടെ ചേർത്തത്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനെ നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ഹാർഡായിട്ടിരിക്കണം. നന്നായി ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അതിനെ ഉരുളയാക്കി മാറ്റണം. എന്നിട്ട് ഇത് നമുക്ക് ഒരു 10 മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പരത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമ്മൾ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളതിനെ അപ്പോൾ ഇത് ഏകദേശം ഒരു 2 സ്റ്റിക്കിന് ഉള്ളത് നീളം ഉണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 സ്റ്റിക്കായി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ളത്ര നീളത്തിൽ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്കാക്കി മാറ്റാം. മൂന്നോ 4 എണ്ണത്തിന് ഉണ്ടാവും. ഒരു 4 പീസായി കട്ട് ചെയ്യാനുള്ള അത്രയുണ്ട് നീളമുണ്ടത്. ആക്കിയിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിങ്ങനെ മുറിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു മുട്ട ഉടച്ച് നന്നായി കലക്കി വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രെഡ് നന്നായി പൊടിച്ച് വെക്കുകയും കൂടെ വേണം. എന്നാലേ നമുക്കത് മുട്ട ഉടച്ച് വെച്ചതിൽ ഇത് നന്നായി മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് എടുത്ത് വയ്ക്കുന്നത്. അതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് മുട്ട റെഡിയാക്കി വെക്കണം. മുട്ട ഉടച്ച് റെഡിയാക്കി വെക്കണം. ഇങ്ങനെ ബ്രെഡിൽ ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രെഡിൽ ഇങ്ങനെ അപ്പോൾ ഞാനിവിടെ എല്ലാം ഇങ്ങനെ ബ്രെഡിൻ്റെ പൊടിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്.
വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റി വയ്ക്കുകയാണ്. ഞാൻ അടുത്ത് കുറേശ്ശേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതും വറുത്ത് കോരി ചിക്കൻ പൊട്ടാറ്റോ സ്റ്റിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസ് കൂട്ടിയൊക്കെ കഴിക്കാൻ വളരെ നല്ല ഒരു ഐറ്റമാണ്. അപ്പം ഇത് വളരെ ക്രിസ്പിയാണിത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം.